നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് വിലക്ക്. അനീതികൾ തുറന്നു കാട്ടുമ്പോൾ രാഹുലിന് വിലക്ക് ഏർപ്പെടുത്താതെ രക്ഷയില്ല എന്ന് ഇപ്പോഴും ഈ 10 വർഷങ്ങൾക്കിപ്പുറത്ത് മോദി തിരിച്ചറിയുമ്പോൾ അതേ 10 വർഷം കൊണ്ട് പപ്പുവിൽ നിന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നത് മോദി ഇപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ രാഹുലിന് വിലക്ക് ഏർപ്പെടുത്തുകയല്ലാതെ മറ്റു പോംവഴികളൊന്നും തന്നെ ഇല്ല എന്ന BJPയുടെ അജണ്ടയാണ് ഇപ്പോൾ അപ്രഖ്യാപിതമായി ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. മോദിക്കെതിരെ ശക്തമായി രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ മോദിയേക്കാൾ സ്വീകാര്യനായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ വായടപ്പിക്കാതെ ഭരണപക്ഷത്തിന് വേറെ വഴിയില്ല. ഒടുവിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ സംസാരിക്കുന്നതിന് തന്നെ ഒരു അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം. മോദിക്കിപ്പോൾ രാഹുൽ ഗാന്ധിയെ ഭയമാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റിൽ സംസാരിക്കാൻ സ്ഥിരമായി തനിക്കിപ്പോൾ അവസരം നിഷേധിക്കുന്നതായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. കാരണം കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സ്പീക്കർ എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയാൻ ക്ഷണിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് ഇപ്പോൾ സ്പീക്കറും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. ലോക്സഭാ നടപടികൾ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തൻ്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ അത് അവഗണിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നടിക്കുന്നു. എന്താണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് സംഭവിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നും തനിക്ക് സംസാരിക്കണം, അതിനെ അനുവദിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചപ്പോൾ സ്പീക്കർ എല്ലാം തന്നെ നിരസിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറയുകയാണ്. സ്പീക്കർ ഓടിപ്പോയി എന്നുള്ള വാക്കാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്പീക്കർ അവിടെ ഇരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിൻ്റെ റൂൾ അത് വ്യക്തമാക്കുന്നതിന് പകരം സ്പീക്കർ ഓടിപ്പോയി എന്ന് പറയുമ്പോൾ സ്പീക്കറെയും അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയമുള്ള ഒരു വ്യക്തിയായി തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത്. തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നും തന്നെക്കുറിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പീക്കർ എന്നും സ്പീക്കർ തന്നെ സഭ പിരിച്ചുവിട്ട ഒരു അവസ്ഥയെക്കുറിച്ചും രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നടിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരാളെ ഭയന്നുകൊണ്ട് സഭ തന്നെ ബഹിഷ്കരിക്കുകയും സഭ തന്നെ പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ഇപ്പോൾ രാജ്യത്തിൻ്റെ സ്പീക്കർ എത്തി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ എന്ന ജനാധിപത്യ സംവിധാനത്തിന് വലിയ നാണക്കേട് സൃഷ്ടിക്കുന്നതാണെന്നും താൻ എഴുന്നേൽക്കുമ്പോഴൊന്നും തനിക്ക് സംസാരിക്കാൻ അനുവാദമില്ലെന്നും 7-8 ദിവസമായി തന്നെ ഒന്ന് സംസാരിക്കാൻ പോലും സഭയിൽ സമ്മതിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്നു. ഇതൊരു പുതിയ തന്ത്രമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഇവിടെ സ്ഥാനമില്ല. അന്ന് പ്രധാനമന്ത്രി കുംഭമേളയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമ്മതിച്ചില്ല. തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് തനിക്ക് അനുവാദം നൽകിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സ്പീക്കറുടെ ഈ സമീപനം എന്താണെന്ന് തനിക്കറിയില്ല എന്നും അസഹിഷ്ണുത തുടങ്ങിയത് തന്നെ ഈ തട്ടിപ്പ് പുറത്തറിയുന്നതിനാലാണെന്നും രാഹുൽ ഗാന്ധി ഇവിടെ വ്യക്തമാക്കുന്നു. ഇതുകൊണ്ട് തന്നെ 70 MLAമാർ സ്പീക്കറെ പോയി കണ്ടു. രാഹുൽ ഗാന്ധിയും പരാതി നൽകി. സ്ഥിരമായി ഒരു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളെ അപമാനിക്കുന്നത് അത് ഒരിക്കലും ഈ ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല എന്ന് സ്പീക്കറോട് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. സത്യത്തിൽ BJPയെ സംബന്ധിച്ച് അവർക്ക് കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് മോദി സർക്കാരിന് ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവി ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 3ാം മോദി സർക്കാരിൽ ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി തിരിച്ചു വരികയും ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാതെ ഈ തട്ടിപ്പുകളെല്ലാം തന്നെ പുറത്തറിയും എന്നുള്ളൊരു ഭയത്തിൽ ഇപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള BJP നിൽക്കുകയാണ്. ഭരണകക്ഷിയായ NDA സഖ്യത്തിന് ഇപ്പോൾ രാജ്യസഭയിലും അതോടൊപ്പം തന്നെ ലോക്സഭയിലും അവരുടെ അഴിമതിയും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിക്കാനായിട്ട് പോലും അനുവദിക്കാതെ സ്പീക്കർ തന്നെ ഓടിയൊളിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ ഇത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം ജനാധിപത്യ സംവിധാനത്തിനും ഇത് പുറത്തുനിന്ന് കാണുന്നവർക്കുമൊക്കെ തന്നെ വലിയൊരു അരോചകമാണ് ഈ ഒരു പെരുമാറ്റം. ഇത് രാജ്യത്തിന് തന്നെ അപമാനമായി തന്നെ മാറുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒരു ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. അതവിടെ സ്വീകരിക്കേണ്ടത് ഈ പറയുന്ന സ്പീക്കറാണ്. ആ സ്പീക്കർ തന്നെ ഇങ്ങനെ അവിടെ ഓടി ഒളിക്കുന്നത് അപമാനമുണ്ടാക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. എല്ലാ ദിവസവും
വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.